അടുത്ത ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് NGOs ഇൻ ഈക്വലൈസിംഗ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. വിദ്യാഭ്യാസ അവസര സമത്വം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റേതര സ്ഥാപനങ്ങൾക്കുള്ള സംഘടനകൾക്കുള്ള റോൾ എന്താണ്? നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് ഇന്ത്യൻ ഭരണഘടന നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ്. വ്യത്യസ്ത ഗവൺമെന്റുകൾ അതിനു വേണ്ടിയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഈ പദ്ധതികളെ കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് അറിയണം എന്നില്ല. അങ്ങനെയാകുമ്പോൾ ഓരോ പ്രദേശത്തും പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്കും ഗവൺമെന്റേതര സംഘടനകൾക്കും ക്ലബ്ബുകൾക്കുമൊക്കെ ഇത്തരം വിദ്യാഭ്യാസ അവകാശങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പ്രചരിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇത്തരം സംഘടനകൾക്ക് തങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്ന മേഖലകളിലുള്ള നല്ല പ്രതിഭാധനരായ കുട്ടികൾക്ക് മികച്ച വിജയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുക വഴി മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വിദ്യാഭ്യാസം നേടണം എന്ന ഒരു ആഗ്രഹം സൃഷ്ടിക്കാം. കൂടാതെ തങ്ങൾ പ്രവർത്തിക്കുന്ന ആ ഒരു മേഖലയിൽ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക വഴി അവരെ സ്പോൺസർ ചെയ്യുക വഴി അത്തരം ആളുകളെ കൂടി വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. കൂടാതെ നിലവിൽ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളോട് ഇവർക്ക് മത്സരിക്കാൻ സാധിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് പ്രത്യേകമായ ചില നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇത്തരം വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി ട്യൂഷൻ നൽകുക, അവർക്ക് പഠിക്കാനുള്ള മെറ്റീരിയലുകൾ നൽകുക, അവർക്ക് വേണ്ടി ഓരോ പ്രദേശത്തും സംഘടനകൾ, ലൈബ്രറികൾ നിർമ്മിക്കുക, വായനാ മുറികൾ ഒരുക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിദ്യാഭ്യാസവുമായി അടുപ്പിക്കാൻ സന്നദ്ധ സംഘടനകൾക്ക് കഴിയും. എന്ന് മാത്രമല്ല, ഗവൺമെന്റിന് ഒരുപാട് സ്കൂളുകൾ നിർമ്മിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത കാരണം. അങ്ങനെ വരുമ്പോൾ എയ്ഡഡ് മേഖലയിലൊക്കെ അല്ലെങ്കിൽ അൺഎയ്ഡഡ് മേഖലയിലും എയ്ഡഡ് മേഖലയിലൊക്കെ ഇത്തരം നോൺ ഗവൺമെന്റൽ ഏജൻസികൾക്ക്, ഗവൺമെന്റേതര ഏജൻസികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. ആർട്ടിക്കിൾ 30 മുന്നോട്ട് വെക്കുന്നത് പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. അപ്പോൾ സ്വന്തം പ്രദേശത്തുള്ള ആളുകൾ തന്നെ നടത്തുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ വരാൻ കുട്ടികൾക്ക് നല്ല ആവേശം ഉണ്ടാകും. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൊക്കെ നാട്ടുകാരെ ഭാഗമാക്കുക. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. മാത്രമല്ല, സാക്ഷരതാ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക വഴി വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കാം. അതിന് കേരളം മികച്ച ഉദാഹരണമാണ്. കേരളത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കാൻഫഡ്, അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയ സംഘടനകൾ ഈ ദേശീയ സാക്ഷരതാ യജ്ഞം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും കേരള ഗവൺമെന്റ് ഒരു കേരള സംസ്ഥാന സാക്ഷരതാ യജ്ഞം ആരംഭിക്കുകയും ചെയ്തപ്പോൾ അത് വിജയിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങിയത് ഈ സംഘടനകളാണ് എന്നാണ് പറയുന്നത്. കാരണം കേരള ഗവൺമെന്റ് സ്റ്റേറ്റ് തലത്തിൽ ഒരു സംസ്ഥാന തലത്തിൽ തുടങ്ങിയാൽ തന്നെ അത് എല്ലാ സ്ഥലത്തും എത്തിക്കുക എന്നുള്ളത് ഗവൺമെന്റ് ഏജൻസികൾക്ക് കഴിയണമെന്നില്ല. ഓരോ പ്രദേശത്തുള്ള സന്നദ്ധ സംഘടനകൾ വളണ്ടിയർമാരായി മുന്നിട്ടിറങ്ങുകയും അവർ ഇത്തരം പ്രോഗ്രാമുകൾ, ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കുകയും ചെയ്യുക വഴിയാണ് എല്ലാവരിലേക്കും വിദ്യാഭ്യാസം എത്തിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ ഈ പാരഗ്രാഫിൽ നിങ്ങൾക്ക് വിശദീകരിക്കാവുന്നതാണ്. Write a note on the educational development in post-independent India. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാം. അപ്പൊ നമുക്കിത് വിദ്യാഭ്യാസ ഡെവലപ്മെന്റ് ആയതുകൊണ്ട് കമ്മീഷനുകളെ കുറിച്ചൊക്കെ പറയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായി ഇന്ത്യൻ ഗവൺമെന്റ് എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ.
എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ വളരെ വിപുലമായ ഒരു നിർദ്ദേശം സമർപ്പിച്ചു. ആ നിർദ്ദേശത്തിൽ ഇനി ഇന്ത്യ വിദ്യാഭ്യാസം കൊടുക്കുന്നത് ചില പ്രത്യേക ലക്ഷ്യത്തിലൂന്നിയായിരിക്കണം. ആ ലക്ഷ്യങ്ങൾ ആധുനികതയുടെ വേഗത വർദ്ധിപ്പിക്കുക, മതേതരത്വം കാത്തു സൂക്ഷിക്കുക, ജനാധിപത്യ മൂല്യങ്ങൾ പകർന്നു നൽകുക തുടങ്ങിയ കുറേ ലക്ഷ്യങ്ങളിൽ ഊന്നിയായിരിക്കണം വിദ്യാഭ്യാസം നൽകേണ്ടത് എന്ന് പറഞ്ഞു. മാത്രമല്ല, കോളേജ് തലത്തിൽ നടത്തേണ്ട പല നിർദ്ദേശങ്ങളും നൽകി. അതിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു UGC ഫോം ചെയ്യുക, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഫോം ചെയ്യുക എന്നുള്ളത്. ഈ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശഫലമായി ഒരുപാട് കോളേജുകൾ ഉയർന്നു വന്നു. യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ റിസർച്ച് കേന്ദ്രങ്ങൾ ഉയർന്നു വന്നു. 1948 കമ്മീഷൻ നിർദ്ദേശം വെച്ചത്. 1953 UGC രൂപീകൃതമായി. 1956 UGCയെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി, ഒരു ഗവൺമെന്റിന്റെ ഒരു ഭരണഘടനാ സ്വഭാവം ഒരു ബോഡിയായി, സമിതിയായി മാറ്റുകയും ചെയ്തു. 1952 മുതലിയാർ കമ്മീഷൻ നിലവിൽ വരികയും മുതലിയാർ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം വളരെ വ്യത്യസ്തമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി തല വിദ്യാഭ്യാസത്തിൽ ത്രിഭാഷാ ഫോർമുല നടപ്പിൽ വരുത്തണം. അതുപോലെ തന്നെ സെക്കൻഡറി തല വിദ്യാഭ്യാസത്തിൽ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗുകൾ തുടങ്ങണം. ഇവാലുവേഷൻ, വ്യത്യസ്തമായ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്തുന്ന രീതിയിലുള്ള പരീക്ഷകൾ വരണം. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വെച്ചു. പിന്നീട് 1966 കോത്താരി കമ്മീഷൻ നിലവിൽ വരികയും വളരെ വിപുലമായ നിർദ്ദേശങ്ങൾ, ഒരു വിപുലീകരിച്ച മോഡിഫൈ ചെയ്ത 3 ലാംഗ്വേജ് ഫോർമുല, അങ്ങനെ പല നിർദ്ദേശങ്ങളും കോത്താരി കമ്മീഷനും മുന്നോട്ട് വെച്ചു. ഇതിന്റെയൊക്കെ ഫലമായി 1968 1986 2 വിദ്യാഭ്യാസ നയങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു. ഇതിൽ 1986 ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിലെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിട്ടാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ്, പാരഗ്രാഫ് ആയതുകൊണ്ട് എല്ലാം വിശദീകരിക്കണം, പറഞ്ഞു പോയാൽ മതി. അതിന്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നിലവിൽ വന്നത്, നവോദയ സ്കൂളുകൾ വന്നത്, വയോജന വിദ്യാഭ്യാസം വന്നത്, ഫങ്ഷണൽ ലിറ്ററസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നത്, മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 1986 ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുകയും അതിന്റെ ഫലമായി 1988 ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നു. ഇന്ത്യയിലെമ്പാടും സാക്ഷരതാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ 100% സാക്ഷരത നേടിയെടുക്കുകയും ചെയ്തു. 1986 ദേശീയ വിദ്യാഭ്യാസത്തിന്റെ നയത്തിന്റെ ഭാഗമായി മഹിളാ സമഖ്യ പ്രോഗ്രാമുകൾ പോലെയുള്ള പ്രോഗ്രാമുകൾ വന്നു. ഇന്ത്യയിലെമ്പാടും നവോദയ സ്കൂളുകൾ വന്നു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമായി. 1991 ശേഷം ഗ്ലോബലൈസേഷന്റെയും അതുപോലെ തന്നെ ആഗോളീകരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ വിദ്യാഭ്യാസം മറ്റൊരു തലത്തിലേക്ക് പോയി. 2001 വാജ്പേയി ഗവൺമെന്റിന്റെ പ്രഖ്യാപിച്ച SSA, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പല പദ്ധതികളും മുന്നോട്ട് വെച്ചു. 2005 ദേശീയ നോളജ് കമ്മീഷൻ, ദേശീയ വിവര കമ്മീഷൻ 21ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികൾ നേരിടാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഇതിന്റെയൊക്കെ ഫലമായി 2009-10 ഇന്ത്യൻ ഗവൺമെന്റ് വിദ്യാഭ്യാസം ഒരു അവകാശമാണ് എന്ന രീതിയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റുകൾ, ഒരുപാട് കോളേജുകൾ ഉയർന്നു വന്നു. ലോകതലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമായി മാറി. ഇന്ത്യയിൽ നിന്നുള്ള കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരും പ്രോഗ്രാം എഞ്ചിനീയർമാരും ഒക്കെ വിദേശത്ത് ഏറെ ഡിമാൻഡുള്ളവരായി മാറി. ഇന്ത്യ വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നോട്ട് പോയി എന്ന രീതിയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വിദ്യാഭ്യാസ ഡെവലപ്മെന്റിനെ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഒതുക്കാവുന്നതാണ്. Briefly explain the concepts of liberalization and privatization.
ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും കാഴ്ചപ്പാടുകൾ പറയുക. ഇത് ഞാൻ 2018-17 ചോദ്യ പേപ്പറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ എസ്സേ പറയുന്നിടത്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ലിബറലൈസേഷനെ കുറിച്ച് പറയുന്ന പാരഗ്രാഫിൽ നിന്ന് കുറച്ചും പ്രൈവറ്റൈസേഷനെ കുറിച്ച് പറയുന്ന പാരഗ്രാഫിൽ നിന്ന് കുറച്ചും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഇസ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലെ റെക്കമെൻഡേഷൻസ് നിങ്ങൾ വിശദീകരിക്കുക. അത് ആ റിപ്പോർട്ട് വായിച്ചതിന് ശേഷം ഞാനിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നിർദ്ദേശങ്ങളായതുകൊണ്ട് അതിൽ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞ നിർദ്ദേശങ്ങൾ തന്നെ പറയണം. അപ്പൊ അത് നിങ്ങൾ വായിച്ചിട്ട് അതിലുള്ള ഓരോ നിർദ്ദേശവും വിശദീകരിച്ചാൽ മതി. മറ്റൊരു വീഡിയോയിൽ ഞാനത് പാരഗ്രാഫായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാം. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ വേദിക് എഡ്യൂക്കേഷൻ. വേദിക് എഡ്യൂക്കേഷനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എടുക്കാം. ഇത് ഞാൻ 2019 ഒരു എസ്സേ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പൗരാണിക കാല വിദ്യാഭ്യാസത്തെ കുറിച്ചും മധ്യകാല വിദ്യാഭ്യാസത്തെ കുറിച്ചും വിശദീകരിക്കാൻ പറയുന്ന ഒരു എസ്സേ ചോദ്യം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2019 ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അത് ആ എസ്സേ മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വേദകാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയാൻ വേണ്ടി പ്രത്യേകമായി ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. എക്സ്പ്ലെയിൻ കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോജി. സാംസ്കാരിക പ്രതികരണീയ ബോധനശാസ്ത്രം വിശദീകരിക്കുക. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ക്ലാസ് റൂം എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന ഒരു സമൂഹമാണ്. വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നും വരുന്നവരാണ് ക്ലാസ് റൂം പഠിക്കുന്നത്. ഇത്തരം ഒരു ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ സ്വീകരിക്കേണ്ട ഒരു ബോധന രീതിയാണ് കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോഗി അഥവാ സാംസ്കാരിക പ്രതികരണീയ ബോധന ശാസ്ത്രം. പഠിപ്പിക്കുന്ന സമയത്ത് ഒരു പൊതുവായ മെത്തേഡ് സ്വീകരിക്കുന്നതിന് പകരം തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പശ്ചാത്തലങ്ങൾ പരിഗണിച്ചുകൊണ്ട് ബോധന രീതിയിൽ വ്യത്യസ്തമായ മാർഗങ്ങൾ സ്വീകരിക്കുന്ന രീതിയാണ് കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോഗി. അപ്പൊ എന്താണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത് അവിടെ? കൾച്ചറലി റെസ്പോൺസീവ്, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ഡയലക്റ്റുകൾ സംസാരിക്കുന്നവരായിരിക്കും. അപ്പൊ ടീച്ചർ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അച്ചടി ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശദീകരിക്കുമ്പോൾ ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഡയലക്റ്റുകളിൽ കൂടി അത് വിശദീകരിക്കണം. ഒരു ഉദാഹരണമായി ഞാൻ സാധാരണ ക്ലാസ്സിൽ പറയാറുണ്ട്, ഹാസ് എന്ന് പറയുന്നു. അപ്പൊ ടീച്ചർ പറയുന്ന ഇംഗ്ലീഷിൽ ഹാസ് ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ പോയിട്ടുണ്ട്, ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, 2 പ്രാവശ്യം പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഹാസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ 2 പ്രാവശ്യം മദ്രാസിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യം പറയാനാണ് ഹാസ് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ ചില പ്രദേശത്ത് നിന്ന് വരുന്ന കുട്ടികൾ ഈ വന്നിട്ടുണ്ട് എന്നതിന് പകരം വന്നിന് എന്നായിരിക്കും ഉപയോഗിക്കുക. അപ്പൊ വന്നിന് എന്നാണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ചിലർ വന്നിക്ക് എന്നായിരിക്കും, വന്നിക്ക് എന്നാണ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആ ഭാഷാ വകഭേദങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ സാഹിത്യം ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഇവരുടെ പ്രദേശത്തുള്ള ഇവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹിത്യവുമായി ബന്ധപ്പെടുത്തി ടെക്സ്റ്റ് ബുക്കിലെ സാഹിത്യം പഠിപ്പിക്കാൻ ശ്രമിക്കും. ഇപ്പൊ ബാലറ്റിനെ കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അത് കഥകളി പോലെയുള്ള ഒരു സാധനമാണ് എന്ന് കഥകളി ഉള്ള പ്രദേശത്ത് വരുന്നവരോട് പറയുക. അത് മോഹിനിയാട്ടം പോലുള്ള ഒരു കാര്യമാണ്, അതൊരു ഓട്ടം തുള്ളൽ പോലെയുള്ള കാര്യമാണ്, അത് കഥാപ്രസംഗം പോലെയുള്ള ഒരു കാര്യമാണ്, അത് മാപ്പിളപ്പാട്ടുള്ള പോലെയുള്ള ഒരു കാര്യമാണ് എന്ന് ഓരോരുത്തരുടെയും സംസ്കാരവുമായി ബന്ധപ്പെട്ട സാഹിത്യം പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുക. കലാപരിപാടികളൊക്കെ നടത്തുമ്പോൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട എല്ലാ സാംസ്കാരിക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും കലാപരിപാടികൾ ക്ലാസ്സിലും സ്കൂളിലൊക്കെ നടത്താനുള്ള അവസരം നൽകുക. അല്ലെ, കുട്ടികളെ പരസ്പരം സംസാരിപ്പിക്കുക. പരസ്പരം സംസാരിപ്പിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും പരസ്പരം ഓരോരുത്തരുടെയും ഭാഷയെയും സംസ്കാരത്തെയൊക്കെ കുറിച്ച് മനസ്സിലാക്കാൻ അവസരം ലഭിക്കും.
അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ എന്തെങ്കിലും വിഷയം സംസാരിക്കാൻ വേണ്ടി കുട്ടികളെ വിളിക്കുമ്പോൾ അവരോട് അച്ചടി ഭാഷയിൽ തന്നെ സംസാരിക്കണം എന്ന് നിർബന്ധിക്കാതെ അവരുടെ ഡയലക്റ്റിൽ സംസാരിക്കാൻ പറയുക. പതിയെ പതിയെ അവരുടെ ഡയലക്റ്റിൽ നിന്നും ഒരു സ്റ്റാൻഡേർഡ് ഭാഷയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവന്നാൽ മതി. ഈ രീതിയിൽ തൻ്റെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടിയുടെയും സാംസ്കാരിക പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് ആ സാംസ്കാരിക പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ട് ടീച്ചർ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്, ബോധന രീതിയാണ് കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോഗി. Suggest 85 strategies to attain harmonious living in a diversified society. ഞാൻ നേരത്തെ 2017 ചോദ്യ പേപ്പറിലുള്ള ഒരു പാരഗ്രാഫ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വൈവിധ്യമാർന്ന സമൂഹത്തിൽ എങ്ങനെയാണ് സൗഹാർദ്ദപരമായ ഒരു ജീവിതം സാധ്യമാക്കുന്നത്, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നതാണ്. What do you mean by നെയ്ത്താളി? Is it relevant today? Substantiate your answer. നെയ്ത്താളിം എന്ന വാക്കിന്റെ അർത്ഥം വിദ്യാഭ്യാസവും ജോലിയും വേർതിരിഞ്ഞ് കിടക്കുന്നതല്ല എന്നാണ്. മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. 1937 മഹാത്മാഗാന്ധി തന്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെ കുറിച്ച് ഒരു വാരികയിൽ, ഹരിജൻ എന്ന് പറയുന്ന വാരികയിൽ എഴുതുകയും വാർധയിൽ വെച്ച് അതിനെക്കുറിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും സാക്കിർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഇത് പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അത് വാർധ എഡ്യൂക്കേഷൻ പദ്ധതി എന്നറിയപ്പെടുന്നു. വാർധ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നു. ഇതിൽ ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ അഥവാ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നൊരു കാഴ്ചപ്പാട് മഹാത്മാഗാന്ധി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പദ്ധതി നെയ്ത്താളിം എന്നറിയപ്പെടുന്നത്. ഈ പദ്ധതിയിൽ ഒരുപാട് കാര്യങ്ങൾ മഹാത്മാഗാന്ധി മുന്നോട്ട് വെക്കുന്നുണ്ട്. 7 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് പറഞ്ഞു. അത് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയിൽ വന്നു. എന്നും അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇപ്പോഴും പല വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. അപ്പൊ അതിപ്പോഴും പ്രസക്തമാണ്. ഈ നെയ്ത്താളിം ഇപ്പോൾ പ്രസക്തമാണോ എന്നാണ് ചോദ്യം. ഇപ്പോഴും അത് പ്രസക്തമാണ്. അതുപോലെ അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യമാണ് ബേസിക് എഡ്യൂക്കേഷൻ എന്നൊരു കാഴ്ചപ്പാടിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പ്രത്യേകതര വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന ഏതൊരു കുട്ടിയും ആ വിദ്യാഭ്യാസ തലം കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഏതെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിരിക്കണം. സ്വന്തം കാലിൽ നിൽക്കാൻ അവന് സാധിക്കണം. സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ ഒരു തൊഴിൽ പഠിക്കണം. ആ തൊഴിൽ പഠിക്കാൻ വേണ്ടി ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ, ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നൽകേണ്ടത്. നിലവിൽ അതും വളരെ പ്രസക്തമാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ തൊഴിലുകൾ അല്ലെങ്കിൽ പോലും തൊഴിലിന്റെ മാന്യത പഠിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആളുകൾ വൈറ്റ് കോളർ ജോബുകളുടെ പിറകിൽ പോകാം. വെള്ളക്കോളർ ജോലികളുടെ പിറകിൽ പോകുന്നതിന് പകരം എല്ലാ തൊഴിലിനും അതിനൊരു മഹാത്മ്യമുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയായിരുന്നു അദ്ദേഹം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം മുന്നോട്ട് വെച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തും നിലവിലുള്ള കൈത്തൊഴിലുകൾ പഠിപ്പിക്കുന്നതാണ്. അഥവാ കുടം നിർമ്മിക്കുക, അങ്ങനെയുള്ള നെയ്ത്ത് തുടങ്ങിയ തൊഴിലുകളായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷെ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നിലവിലുള്ള തൊഴിലുകൾ വിദ്യാഭ്യാസത്തിലൂടെ പഠിപ്പിക്കുന്നത് വഴി സ്കൂൾ വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്കും തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ ഓരോരുത്തരെയും പ്രാപ്തമാക്കാൻ സാധിക്കും എന്ന അർത്ഥത്തിൽ അതിന്നും പ്രസക്തം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഉദ്ദേശിച്ചിരുന്നു. അതായത് ഈ ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തൊഴിൽ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഓരോ പ്രദേശത്തും നിലനിൽക്കുന്ന തൊഴിൽ, ആ തൊഴിലുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് ഓരോ വിഷയവും പഠിപ്പിക്കണം. ഇപ്പൊ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ കുടം നിർമ്മിക്കുന്ന ഒരു തൊഴിലുള്ള ഒരു പ്രദേശത്ത് നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ അവരെ ആ കുടത്തിന്റെ ആ ഒരു അടപ്പ്, കുടത്തിന്റെ ആ ഒരു മുകൾ ഭാഗത്ത് കാണുന്ന റൗണ്ട് കാണിച്ചിട്ട് സർക്കിൾ, വൃത്തം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിലൂടെ അദ്ദേഹം പറയുന്നത് ഒരു സമൂഹത്തിന്റെ സംസ്കാരം അന്യം നിന്ന് പോകാതിരിക്കാനാണ്.
ഇപ്പൊ നിലവിൽ പരമ്പരാഗതമായ സംസ്കാരം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതൊക്കെ വളരെ പ്രസക്തമാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം കുട്ടിക്കാലത്ത് മാതൃഭാഷ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കുട്ടികളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയണമെങ്കിൽ മാതൃഭാഷ തന്നെ ഉപയോഗിക്കണം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മാതൃഭാഷയും ഇംഗ്ലീഷും ഒന്നുകൂടി ഒന്നിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവസാനം മാതൃഭാഷയും അറിയില്ല, ഇംഗ്ലീഷും അറിയാത്ത അവസ്ഥയിൽ എത്തുമെന്ന് ഒരു അഭിപ്രായം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടിക്കാലത്ത് മാതൃഭാഷ പഠിപ്പിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഏറ്റവും മികച്ചതിനെ പുറത്തെടുക്കലാണ് എന്ന്. അതിന് സാധിക്കണമെങ്കിൽ മാതൃഭാഷയെ തന്നെ വിദ്യാഭ്യാസം കൊടുക്കണം. ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളെ കൊണ്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യിക്കണം എന്ന കാഴ്ചപ്പാടുകളൊക്കെ പോളോ ഫ്രിയറിയെ പോലുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയുടെ ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള മാതൃഭാഷാ വിദ്യാഭ്യാസമൊക്കെ വളരെ പ്രസക്തമാണ്. ഈ ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്ത് പഠിച്ചതിന് ശേഷം മുന്നോട്ട് വെച്ച വാർത്താ പദ്ധതി അഥവാ നെയ്ത്താലും ഇപ്പോഴും പ്രസക്തമാണ് എന്നാണ് വിദ്യാഭ്യാസ ചിന്തകർ പറയുന്നത്. ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ 2 മാർക്കിന്റെയും അതുപോലെ 5 മാർക്കിന്റെയും ചോദ്യങ്ങൾ. നന്ദി, നമസ്കാരം.